കേരളത്തെ ഞെട്ടിച്ച പത്തനംതിട്ടയിൽ 18കാരിയായ കായിക താരത്തിന്റെ വെളിപ്പെടുത്തൽ. 60ലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന വെളിപ്പെടുത്തലിൽ 5 പേർ അറസ്റ്റിൽ. CWCയുടെ ഗൃഹസന്ദർശന പരിപാടിയിലാണ് 2 കൊല്ലമായുള്ള പീഡന വിവരങ്ങൾ പുറത്തെത്തിയത്. 60 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പോലീസിന് കൈമാറി. കോന്നിയിലും റാന്നിയിലും തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും പ്രതികളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. നന്ദുഷ വിവരങ്ങൾ നൽകാനായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദുഷ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. 2-3 വർഷമായി ഇത്തരത്തിലുള്ള പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടി ഇതുവരെ ആരെയും അറിയിച്ചില്ല എന്നാണോ? ഇപ്പോൾ എങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്? അമൃത, ഈ CWC തിരഞ്ഞെടുത്ത ഏരിയകളിൽ ഈ ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ ഒരു ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഈ സംഘം എത്തുകയും അതിൽ കണ്ട് സംസാരിച്ച ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ CWC സംഘത്തിന് മുന്നിൽ നടത്തിയിരിക്കുന്നത്. 61 പേർ തന്നെ 2 വർഷത്തിലേറെയായി പീഡിപ്പിച്ചു എന്നാണ് CWCയുടെ മുമ്പിൽ പെൺകുട്ടി നൽകിയ മൊഴി. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലും എത്തിച്ചായിരുന്നു പീഡനമെന്ന് പെൺകുട്ടി പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക സംഘം കേസ് അന്വേഷിക്കാനായി നിലവിൽ രംഗത്തുണ്ട്. അവർ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 പേരുടെ പേര് വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ 60 പേരുടെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ പേര് കൃത്യമായി അറിയില്ല. അയാളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11ഓളം പേരുടെ കസ്റ്റഡി നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ തന്നെ പിടികൂടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴിയിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് ഈ അവസരത്തിൽ പരിശോധിക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാം, 3 വർഷമായി നടന്ന പീഡനമെന്ന് പറയുമ്പോൾ അതും ഇത്ര അധികം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ആരോപണത്തിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നും വസ്തുതയുണ്ടെന്നും ഒക്കെ കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല. നാളെയും ഒക്കെ തന്നെ മൊഴിയെടുപ്പ് തുടരും. അതോടൊപ്പം പിടിയിലായ എന്നാണല്ലോ ഈ പെൺകുട്ടി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 5 പേർ അറസ്റ്റിലാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കൃത്യമായി ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കുട്ടി പോലീസുമായി പങ്കുവച്ചിട്ടുണ്ടോ? എല്ലാവരെ കുറിച്ചുമുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? ഈ അറസ്റ്റിലായ ആളുകളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, 60 പേരുടെ വിവരങ്ങളാണ് പെൺകുട്ടി ഇതിനോടകം പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഈ പെൺകുട്ടി ഒരു 10-14 വയസ്സ് മുതൽ തന്നെ കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചവരൊക്കെ തന്നെ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്നാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകൾ, നാളെയൊക്കെ ആയിട്ട് തന്നെ ഈ കേസിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. SP-യുടെ നേതൃത്വത്തിൽ തന്നെ നിലവിൽ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ട DYSP ആണ് മേൽനോട്ടം കേസിലെ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അതിനാൽ തന്നെ ജില്ലയിലെ ഈ പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പെൺകുട്ടിയെ എത്തിച്ച് മൊഴിയെടുപ്പ് നടത്തുമെന്നൊക്കെ തന്നെയാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. കോന്നി, റാന്നി സ്റ്റേഷനുകളിലും പത്തനംതിട്ട സ്റ്റേഷനിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അമൃത ഇപ്പോൾ ഈ അവസരത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 2 വർഷമായി കുട്ടിയെ ഇവർ പീഡിപ്പിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ 18 വയസ്സാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് മൈനർ ആയിരുന്നു. അപ്പോൾ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തേണ്ടതുണ്ടല്ലോ. ഈ FIR-കൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞോ ഇതിനോടകം? തീർച്ചയായും അമൃത, FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇതിൽ മിക്ക ആളുകളുടെയും, ഭൂരിഭാഗം ആളുകളുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, 60 പേരുടെ പേര് വിവരങ്ങൾ ഇതിനോടകം കൈമാറിയിട്ടുണ്ട് പെൺകുട്ടി. ഒരാളുടെ പേരാണ് നിലവിൽ വ്യക്തമല്ലാത്തത്. അയാളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. ഏതായാലും പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ തെളിവെടുപ്പും അതോടൊപ്പം പെൺകുട്ടിയെ എത്തിച്ച് മൊഴിയെടുക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലിൻ്റെ ആധികാരികത
കൂടി 100% ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ കൂടുതൽ പ്രതികളിലേക്കുള്ള തിരച്ചിലൊക്കെ വ്യാപിപ്പിക്കുക. ഈ പെൺകുട്ടി പീഡനത്തിനിരയായ സാഹചര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനാണ് വളരെ വ്യാപകമായ ഒരു ചോദ്യം ചെയ്യലൊക്കെ പോലീസ് ഈ അവസരത്തിൽ നടത്തുന്നത്. കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പെൺകുട്ടി, അതുമായി ബന്ധപ്പെട്ട കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ സമീപിച്ച പല ആളുകളുടെയും പേരുകളാണ് നിലവിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നാളെയൊക്കെ തന്നെയായി വിവിധ CWC അംഗങ്ങളും അതോടൊപ്പം SP-യും ഒക്കെ തന്നെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമെന്നാണ്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ പെൺകുട്ടി പറഞ്ഞ പേരുകളിൽ അധ്യാപകരുടെയും അതുപോലെ സഹപാഠികളുടെയും പേരുകളൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള സത്യാവസ്ഥ എന്താണ്? അധ്യാപകരെന്നോ സഹപാഠികളെന്നോ പെൺകുട്ടി പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നാണ് പോലീസ് ഈ അവസരത്തിൽ പറയുന്നത്. നമുക്ക് കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ കായികാധ്യാപകരുമൊക്കെ ആയി തന്നെ കായികാധ്യാപകരൊക്കെ തന്നെ ഈ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പറഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പോലീസ് ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നീടുണ്ടായത്. പിന്നീട് ഈ പിടിയിലായവരുടെ കസ്റ്റഡിയിലെടുത്തവരുടെ ഒന്നും വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം സഹപാഠികളും അധ്യാപകരും ഉണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അതിനാൽ തന്നെ ഈ അവസരത്തിൽ അത്തരമൊരു പ്രതികരണം നടത്താൻ സാധ്യതയില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമായ പ്രതികളെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന തെളിവുകളുമായി പോലീസ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുമെന്നാണ് അമൃത നമ്മൾ മനസ്സിലാക്കുന്നത്. നന്ദുഷ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 11 പ്രതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ 11 പേരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അമൃത, പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലെയും പ്രതികളെ ഇതിനോടകം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ള ചിലരൊക്കെ നാട്ടിലുണ്ട്, ചിലരൊക്കെ നാട്ടിലില്ല. നാട്ടിലുള്ളവരെല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 5 പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തുവെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 5 പേരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം പെൺകുട്ടിയുടെ മൊഴിയെടുപ്പും പുരോഗമിക്കുകയാണ്. ഈ ബാക്കിയുള്ള ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതികളായിട്ടുള്ളവരുടെയൊക്കെ കസ്റ്റഡി നാളെയോടെ പൂർത്തിയാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നാട്ടിലില്ലാത്തവരുടെ കസ്റ്റഡി പോലും അറസ്റ്റ് നടപടികൾ പോലും വരും ദിവസങ്ങളിൽ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പത്തനംതിട്ട SP അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം മാതാപിതാക്കളുടെയും പെൺകുട്ടിയുടെയും മൊഴിയെടുപ്പ് കൂടി പൂർത്തീകരിക്കാനും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നുണ്ട്. അമൃത. നന്ദുഷയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 61 പേർ പീഡിപ്പിച്ചു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നിലവിൽ കുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി തന്നെ പീഡിപ്പിക്കുകയാണ് എന്നാണ് കുട്ടി CWC അധികൃതർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്.